പുതിയ ബാർ കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. പണപ്പിരിവ് പോലീസ് അന്വേഷിച്ചില്ലെന്നും ശബ്ദരേഖ എങ്ങനെ പുറത്തു വന്നതിൽ മാത്രമാണ് അന്വേഷണം നടന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ലെന്നും ജനിക്കാത്ത കുഞ്ഞിന്റെ പേരിലുള്ള വ്യാജ വിവാദമെന്നും മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി. പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമയുടെ ശബ്ദരേഖയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അഴിമതിയിലേക്ക് കൺ തുറന്നില്ല എന്നും എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ ആരോപിച്ചു. സർ, ഒരു കാര്യം മനസ്സിലായോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ സർക്കാർ ആരംഭിച്ചിട്ടില്ലെന്നും അഴിമതിയുടെ കുരുക്ക് മുറുക്കാൻ കഴിയുന്ന കഴുത്തുകൾ പ്രതിപക്ഷ ഭാഗത്താണ് ഉള്ളതെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്തു വേറെ കുറെ പേരുണ്ടല്ലോ. കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ അതെ അതെ ഭാഗം ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം ഈ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിച്ചമച്ച കഥയാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി. സർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. കാലം കണക്ക് ചോദിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്തേ മതിയാവൂ. അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. 24 തിരുവനന്തപുരം.